ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു രാവിലെ നല്ല രാവിലെയാണ് കേട്ടോ. അതായത് മഴയൊന്നുമില്ലാതെ നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ രാവിലെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയോ? ഞാനിതവിടെ ഉണ്ടാക്കാൻ നോക്കണല്ലോ കേട്ടോ. ഇവിടെ നൂലിപ്പിട്ടാണ് ഉണ്ടാക്കാൻ നോക്കണത്. അതിനായിട്ട് അരിപ്പൊടി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ. ആദ്യം ഞാൻ റവ മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ റവ നോക്കിയപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാൽ ശ്രീകുട്ടിക്ക് തീരെ ഇഷ്ടമല്ല. ശ്രീകുട്ടി കിണുങ്ങൽ തുടങ്ങും. അപ്പോൾ പിന്നെ രാവിലെ തന്നെ ആ കിണുക്കം കേൾക്കണ്ടല്ലോ വെച്ചിട്ടാണ് നൂലിപ്പിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നൂലിപ്പിട്ടിൻ്റെ മാവിക്ക് ഉപ്പിട്ട് കൊടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അതാണ് പിന്നെ ഉപ്പിട്ട് കൊടുത്തത്. പൊടിപ്പോയതുകൊണ്ട് പിന്നെ അങ്ങനെ അലിഞ്ഞോളും. അങ്ങനെ ഞാനത് ആ നൂലിപ്പിട്ടിൻ്റെ മാവ് കൊണ്ട് മാറ്റി വെച്ചു. പിന്നെ ഉള്ളിക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഉള്ളിയും തക്കാളി പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചു കേട്ടോ. അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് ഇങ്ങനെ തുറക്കണ്ടല്ലോ. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകിയിട്ട് അവിടെ വെച്ചിരുന്നു. അതിങ്ങനെ അവിടെ നിന്ന് സ്റ്റാൻഡിക്കും പിന്നെ അതിൻ്റേതായ സ്ഥാനങ്ങളിലേക്കും എടുത്ത് വെച്ചിരുന്നില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ നുറുക്കി. അപ്പോൾ വേഗം തന്നെ പണിയൊക്കെ ഒരുക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ ആദ്യം റവ മാവാണ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണല്ലേ. അതുകൊണ്ട് കുറച്ച് മടി പിടിച്ചിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു, ഉമ്മർത്തൊക്കെ ഇരുന്നു. പിന്നെയാണ് വന്ന് നോക്കിയപ്പോൾ റവ കുറച്ചേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ വേഗം നോക്കിയാലേ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും 7:30 ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വേഗം തന്നെ നോക്കി. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകണമല്ലോ. പിന്നെ ഇതാ ഉള്ളിക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. പിന്നെ കറിവേപ്പിലയും തക്കാളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഉള്ളിക്കറി ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി തീരെ ഇട്ട് കൊടുത്തില്ല. പിന്നെ അതാ നൂലിപ്പിട്ടിൻ്റെ മാവൊക്കെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിക്കറിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതാ ഇഡ്ഡലി തട്ടിൽ ഇങ്ങനെ എണ്ണയൊക്കെ പരട്ടിയിട്ട് നൂലിപ്പിട്ട് പിഴിയാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നൂലിപ്പിട്ടിൻ്റെ അച്ചൊന്നുമില്ല. അങ്ങനെ ഇഡ്ഡലിയുടെ തട്ടിൽ തന്നെയാണ് ഉണ്ടാക്കൽ കേട്ടോ. അങ്ങനെ ഇഡ്ഡലി ചെമ്പിൽ ഇതാ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ നൂലിപ്പിട്ടിൻ്റെ അച്ചൊക്കെ എടുത്തിട്ട് അതിലെ മാവൊക്കെ നിറച്ച് ഇതാ നൂലിപ്പിട്ട് പീച്ചാനായി തുടങ്ങുകയാണ് കേട്ടോ. നൂലിപ്പിട്ട് പിഴിയാനായി തുടങ്ങുകയാണ്. അപ്പോൾ നൂലിപ്പിട്ടിൻ്റെ ഈ അച്ചുണ്ടല്ലോ അത് നല്ല സുഖമാണ് കേട്ടോ. നൂലിപ്പിട്ട് പിഴിയാനായിട്ട് നല്ല സുഖമുള്ള ഇതാണ്. നല്ല സുഖം എന്ന് പറഞ്ഞാൽ നല്ല ഇങ്ങനെ എന്താ പറയുക, അധികം അതിന് ഭാരം കൊടുക്കണ്ട നമ്മുടെ കൈ കൊണ്ട്. നല്ല സുഖമായിട്ട് നമുക്കത് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഒരു സ്റ്റീലിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര പാടായിരുന്നു. ഭയങ്കര കൈവേദന എടുക്കും കേട്ടോ. അങ്ങനെ അത് ഒഴിവാക്കിയതാണ്. ഇത് കിട്ടിയ പിന്നെ ഇങ്ങനെ നൂലിപ്പിട്ട് നന്നായിട്ട് നമുക്ക് പീച്ചാനായിട്ട് പറ്റും. അത് നല്ല നെയ്സ് നൂലിപ്പിട്ടാട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ ഈ നൂലിപ്പിട്ടൻ്റെ ബാക്കി മാവുണ്ടല്ലോ അതുകൊണ്ട് ഇതങ്ങനെ ഉണ്ടാക്കി